നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. നെല്ല് സംഭരണത്തിലെ അനിശ്ചിതത്വം, ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ കർഷക സംഘടനകൾ. പാലക്കാട് കളക്ടറേറ്റിലേക്ക് കർഷക മോർച്ച മാർച്ച്. പാലക്കാട് സപ്ലൈ ഓഫീസ് ഉപരോധിച്ച് കർഷക കോൺഗ്രസ്. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി, ഗുരുവായൂരിൽ വ്യാപാരി ജീവനൊടുക്കി, ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. 6 ലക്ഷം രൂപ കടമെടുത്ത മുസ്തഫ പലിശക്കാർക്ക് തിരിച്ചടച്ചത് 40 ലക്ഷത്തിലേറെ രൂപ. നവരാത്രി ദീപാവലി വേളയിൽ സുഖയാത്ര സമ്മാനിച്ച് പാലക്കാട് റെയിൽവേ ഡിവിഷൻ. ഇത്തവണ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ച് നടത്തിയത് 178 ട്രെയിൻ സർവീസുകൾ. ഡിവിഷൻ പരിധിയിലെ ജീവനക്കാരെ അഭിനന്ദിച്ച് DRM മധുക്കർ റോത്ത്. ഷൊർണൂർ നഗരസഭ വികസന സദസ്സ് കുളപ്പുളിയിൽ. മാലിന്യ സംസ്കരണത്തിൽ ഉൾപ്പെടെ നഗരസഭ കൈവരിച്ച നേട്ടങ്ങളെ വാഴ്ത്തി ഭരണപക്ഷ ജനപ്രതിനിധികൾ. കോൺഗ്രസും BJPയും സദസ്സ് ബഹിഷ്കരിച്ചു. ഷൊർണൂർ ഗണേശഗിരിയിൽ മികച്ച കളിസ്ഥലം നിർമ്മിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഒളിമ്പ്യൻ PT ഉഷ MP. ഗണേശഗിരി പമ്പ് ഹൗസ് റോഡ് PT ഉഷ നാടിന് സമർപ്പിച്ചു. റോഡ് യാഥാർത്ഥ്യമാക്കിയത് MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 20 ലക്ഷം രൂപ ചിലവഴിച്ചു. വാർത്തകൾ വിശദമായി. സ്വകാര്യ മില്ലുടമകളെ സഹായിക്കുന്ന സർക്കാർ സമീപനത്തിൽ ദുരിതത്തിലാവുന്നത് നെൽകർഷകരാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ പറഞ്ഞു. ശബരിമലയിൽ നിന്നും സ്വർണം കൊള്ളയടിക്കാൻ കാണിച്ച ജാഗ്രതയുടെ 100-ലൊരു അംശം കർഷകരോട് കാണിച്ചിരുന്നെങ്കിൽ നെൽകർഷകരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞേനെയെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. കർഷക മോർച്ച പാലക്കാട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമി തരംമാറ്റലിലൂടെ ലഭിച്ച കോടികൾ കാർഷിക ഉന്നമനത്തിനായി മാറ്റിവെക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന് വില കൽപ്പിക്കാതെ വകമാറ്റി ചെലവഴിച്ച സർക്കാർ ഹൈക്കോടതിയെയും കർഷകരെയും ഒരുപോലെ വഞ്ചിക്കുകയായിരുന്നു. ഭൂമി തരംമാറ്റലിലൂടെ ലഭിച്ച 1300 കോടിയോളം രൂപയാണ് സർക്കാർ വകമാറ്റി ധൂർത്തടിച്ചത്. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെ വെങ്കട കർഷകരല്ല. അവർക്ക് നെല്ല് സ്വന്തമായിട്ട് സംഭരിച്ചു വെക്കാൻ, സൂക്ഷിച്ചു വെക്കാനുള്ള സംഭരണശാലകളില്ല. അവർ നെല്ല് കൊയ്തു കഴിഞ്ഞാൽ ഒന്നുകിൽ പാടത്തോ അല്ലെങ്കിൽ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ വീട്ടിൻ്റെ വരാന്തയിലോ നെല്ല് സൂക്ഷിക്കുക. നല്ല മഴയാണ്, മഴ പെയ്തു കഴിഞ്ഞാൽ നെല്ലിന് നനവ് തട്ടിയാൽ, ഈർപ്പം കൂടിയാൽ നെല്ലെടുക്കാൻ വരുന്ന ആളുകൾ അതനുസരിച്ചിട്ട് തൂക്കം കുറയ്ക്കും, തൂക്കത്തിൽ കുറവ് വരുത്തും. ഇതെല്ലാം സർക്കാരിനറിയാം. പക്ഷേ സർക്കാർ ഇതൊന്നും കണ്ടില്ലെന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടിച്ചു വരികയാണ്. അതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് ഈ കേരളത്തിലെ മുഴുവൻ കർഷകർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. എന്തുകൊണ്ടാ? സ്വകാര്യ മില്ലുടമകളും അതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാരും സപ്ലൈകോയും കൂടിയുള്ള ആ ത്രികോണ ബന്ധമുണ്ടല്ലോ, ഒഴിവാക്കാൻ പറ്റാത്ത ആ ബന്ധം. മുഖ്യമന്ത്രിയുടെ കർഷക നിഷേധങ്ങൾക്ക് കുടപിടിക്കുന്ന സമീപനമാണ് കൃഷിമന്ത്രിയും സിവിൽ സപ്ലൈസ് മന്ത്രിയും നടത്തുന്നത്. കഴിഞ്ഞ സീസണിലെ മുഴുവൻ വിലയും കർഷകർക്ക് നൽകിയെന്ന സർക്കാർ വാദം പൊള്ളയാണ്. നെല്ലെടുപ്പിന് മില്ലുകാരെ പോലും നിശ്ചയിക്കാതിരിക്കുന്നത് നെല്ല് സംഭരണത്തിൽ നിന്നും സർക്കാർ പിന്മാറാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. നെല്ലെടുപ്പിന് സർക്കാരിന് കഴിയില്ലെങ്കിൽ ഗതികേട് തുറന്നു പറഞ്ഞ് കേന്ദ്ര ഏജൻസിക്ക് അവസരം നൽകണമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. നെൽക്കതിർ, കാളവണ്ടി എന്നിവയുമായിട്ടായിരുന്നു കർഷക മോർച്ചയുടെ മാർച്ച്. BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, വേണു, പാണ്ടിയോട് പ്രഭാകരൻ, P പ്രഭാകരൻ, R രമേശ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നെല്ല് സംഭരണത്തിലെ അനിശ്ചിതത്വത്തിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് പാലക്കാട് സപ്ലൈ ഓഫീസ് ഉപരോധിച്ചു. കേരളം ഭരിക്കുന്നത് കർഷക രക്തം കുടിക്കുന്ന ഡ്രാക്കുള സർക്കാരാണെന്ന് കർഷക കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ആ നെല്ലിന് സത്യത്തിൽ നിയമപ്രകാരം ആൾ ഇന്ത്യ FCI നിയമപ്രകാരം നിങ്ങൾ ഒരു മില്ലായിട്ട് ധാരണയായി കഴിഞ്ഞാൽ ആ മില്ലിൽ പുറമെ നെല്ല് വാങ്ങിക്കാൻ പാടുള്ള ഒരു നിയമമുണ്ട്. അത് നടപ്പിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചു മറുപടി സപ്ലൈക്കോ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സപ്ലൈക്കോ ധാരണയായിട്ടുള്ളവർ പുറമെ നെല്ല് വാങ്ങിക്കുക എന്നുള്ള വ്യവസ്ഥ ഉണ്ടാകുമ്പോൾ പിന്നെ അവർക്ക് എന്തിനാ ഇത് സംഭരിക്കേണ്ട ആവശ്യം? ഞങ്ങൾക്ക് ഒരു സിമ്പിൾ ചോദ്യം, എന്ത് നെല്ല് സംഭരണം തുടങ്ങും? ആ തീരുമാനം പറയാൻ പറ്റിയ ഉദ്യോഗസ്ഥൻ ഇവിടെ വന്ന് പറഞ്ഞ ശേഷം നമുക്ക് തിരിയും. അത് മാത്രം ഞങ്ങൾക്ക് എത്തിയില്ലെങ്കിൽ നമ്മൾ ഇന്ന് ആരും പോകുന്നില്ല, നമ്മൾ ആരും പോകുന്നില്ല. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഇടത് കർഷക സംഘടനകളും കർഷകരെ വഞ്ചിക്കുകയാണെന്ന് കർഷക കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഭൂമി തരം മാറ്റലിലൂടെ ലഭിച്ച കോടികൾ കോടതി ഉത്തരവ് ലംഘിച്ച് വകമാറ്റിയത് കർഷക വഞ്ചനയുടെ തെളിവാണ്. സെമിനാറും കോൺക്ലേവും നടത്തിയാൽ ഭക്ഷണമുണ്ടാവില്ലെന്ന തിരിച്ചറിവ് പോലുമില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ മൂലം കൊയ്ത് കൂട്ടിവെച്ച നെല്ലിന് നാശം സംഭവിച്ചു. സർക്കാരാണ് ഇതിന് ഉത്തരവാദി. കണ്ണിൽ ചോരയില്ലാതെ കർഷക രക്തം കുടിക്കുന്ന
ഡ്രാക്കുള സർക്കാരിനെതിരെ സമരം ശക്തമാക്കുമെന്നും കർഷക കോൺഗ്രസ് ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. നെല്ല് സംഭരണം ഉടൻ ആരംഭിക്കണമെന്നും തീയതി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സപ്ലൈകോ ഓഫീസ് ഉപരോധിച്ചത്. ജില്ലാ പ്രസിഡന്റ് ബി ഇക്ബാൽ നേതൃത്വം നൽകി. സംസ്ഥാന ഭാരവാഹികളായ TC ഗീവർഗീസ്, U ശാന്തകുമാർ, MC വർഗീസ്, ജില്ലാ ഭാരവാഹികളായ മുഹമ്മദ് ഇക്ബാൽ, ജോർജ് ഗോര, V മോഹൻദാസ്, സ്വാമിനാഥൻ തരൂർ, ഫിറോസ് ബാബു, M കൃഷ്ണൻ, C അരവിന്ദാക്ഷൻ മാസ്റ്റർ, നിയോജകമണ്ഡലം ഭാരവാഹികളായ K മോഹൻദാസ്, K ശിവദാസൻ, സന്തോഷ്, അശ്വജിത്ത് മണ്ണൂർ, അജയൻ, സുജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയിൽ തൃശ്ശൂരിൽ വ്യാപാരി ആത്മഹത്യ ചെയ്തു. ഗുരുവായൂർ സ്വദേശി മുസ്തഫയാണ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച് ജീവനൊടുക്കിയത്. 6 ലക്ഷം രൂപ കടമെടുത്ത മുസ്തഫ 40 ലക്ഷത്തിൽ അധികം രൂപയാണ് പലിശക്കാർക്ക് തിരിച്ചടച്ചത്. വ്യാപാര ആവശ്യങ്ങൾക്കായി പ്രദേശവാസികളായ പ്രഹ്ലേഷിൽ നിന്നും ദിവേഗിൽ നിന്നും മുസ്തഫ വാങ്ങിയത് 6 ലക്ഷം രൂപ, അതും 20% പലിശയ്ക്ക്. പലിശയും കൂട്ടുപലിശയുമായി 1.5 വർഷത്തിനിടെ കൊടുത്തു തീർത്തത് 40 ലക്ഷത്തിലധികം. 20 ലക്ഷത്തോളം രൂപ വില വരുന്ന 5 സെന്റ് ഭൂമി വെറും 5 ലക്ഷം മതിപ്പുകാട്ടി പലിശക്കാർ എഴുതി വാങ്ങി. സ്വർണം വിറ്റു നൽകിയ പണം വേറെ. നിൽക്കക്കള്ളി ഇല്ലാതെയായപ്പോഴാണ് മുസ്തഫ കടും കൈ ചെയ്തത്. കൊള്ളപ്പലിശ ഒരു ഗതിയിലാണ് പിടിച്ചിക്കാൻ വേണ്ടിയിട്ടാണ് അവരടുത്തേക്കൊക്കെ ചെലവുള്ളത്. അപ്പോൾ എവിടെയില്ലാത്ത പലിശയ്ക്കായാലും ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം കാരണമാണ് ഒക്കെ ചെയ്യണത്. പക്ഷെ അവരവസരം മുതലാക്കിയിട്ട് അവർ കൊടുക്കുമ്പോൾ തന്നെ ഇയാളെ കുറിച്ച് അന്വേഷിക്കും. പ്രശ്നക്കാരനാണോ, അതല്ല ഇവനെ എത്രകൊണ്ട് പിഴിയാൻ പറ്റും, ഇവന് സ്വത്തുണ്ടോ, അതൊക്കെയാണ് അവരെ നോട്ടം. അത് എന്നിട്ട് അങ്ങനെ ചെയ്ത് പലിശയുള്ളതൊക്കെ ഇട്ടിട്ടാണ് ഇവരെ ഇരേനെ പിടിക്കൽ. അപ്പം അതാ ഈ വീടിൻ്റെ വാതിൽ തുറന്ന് കാണുന്നത് ഇക്ക മേടിച്ച സ്ഥലമാണ്. പിന്നെ കടയിൽ വന്നിട്ടുള്ള ആക്രമം വെച്ച് കഴിഞ്ഞാൽ നിരട്ടല് കടയിൽ കയറി നമ്മൾ കച്ചവടം ചെയ്തിട്ടുള്ള കാശടക്കം എടുത്തുകൊണ്ട് പോവുക. മുസ്തഫയെ ഭീഷണിപ്പെടുത്തിയ ഗുണ്ടകൾ പണം കൃത്യസമയത്ത് നൽകാതായതോടെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് മർദ്ദനവും നടത്തി. അപ്പോൾ അത് നല്ല ഭീഷണി ഉണ്ടായിരുന്നു. പലിശക്കാരുടെ നല്ല ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കടയിൽ കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കലും കടയിൽ നിന്ന് പൈസ എടുത്ത് കൊണ്ടുപോകും, അങ്ങനെയായിട്ട് കുറേ ഭീഷണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ഇവരെ പലിശക്കാരെ വിളിച്ച് സംസാരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറൊന്നുമില്ല, പൈസ ഇതാക്കിയിട്ട് തന്നെയായിരുന്നു. നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഭീഷണി ഉണ്ടായിരുന്നു? ഞങ്ങൾ മുന്നിൽ വെച്ചിട്ട് വിളിച്ച് നിർത്തിയിട്ട് മർദ്ദിക്കലും അപമാനിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭാര്യ ഒപ്പിട്ട് നൽകിയ ചെക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ ബാങ്കിൽ നൽകി അവിടെ കേസ് നടത്തുമെന്നും ഭീഷണിപ്പെടുത്തി. കടയിലെത്തി പലപ്പോഴും പണം പിടിച്ചുപറിച്ചു കൊണ്ടുപോകുന്നതും പതിവായിരുന്നെന്നും കുടുംബം ആരോപിക്കുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും കേസിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് മെല്ലെപ്പോക്കാണെന്നും കുടുംബം ആരോപിക്കുന്നു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ് പോലീസ്. അതേസമയം ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇത്തവണ നവരാത്രി ദീപാവലി വേളയിൽ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ച് പാലക്കാട് ഡിവിഷൻ 178 പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തിയതായി റെയിൽവേ ഡിവിഷണൽ മാനേജർ മധുക്കർ റോത്ത് പറഞ്ഞു. പാലക്കാട് ഡിവിഷൻ ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 102 തീവണ്ടികളാണ് അധികമായി സർവീസ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഉത്സവ സീസണിൽ പരാതികൾ പരമാവധി ഇല്ലാതെ തന്നെ സർവീസുകൾ നടത്താൻ പാലക്കാട് ഡിവിഷന് കഴിഞ്ഞതായും ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റോഡ് അറിയിച്ചു. ഈ നേട്ടം കൈവരിക്കാൻ കഠിന പ്രയത്നം നടത്തിയ RPF അടക്കമുള്ള ക്രൗഡ് മാനേജ്മെൻറ്റ് ടീമിനെ അദ്ദേഹം അഭിനന്ദിച്ചു. What Indian Railway is doing to handle this rush at all corners of India, and especially in Palghat, what we are contributing and what we were doing in crowd management and effectively handling passengers and allowing them to reach and helping them to reach up to their destination for this holidays. In place of compared to previous year 2024, we are running more special trains. In place of 108, this time we have run 178 special trains for this puja and holidays festival season which is going on. And we have deployed extra manpower including RPF and GRP. More than 100 RPFs are deployed for handling this crowd, and 38 or approximately 50 GRP persons are specially deployed to handle crowd and handling the passengers who are boarding trains. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ഷൊർണൂർ നഗരസഭാ വികസന സദസ്സ് കുളപ്പള്ളി പള്ളിയാലിൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഷൊർണൂർ അറ്റ് 2030 എന്ന പേരിൽ സംഘടിപ്പിച്ച സദസ്സ് പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഓരോ സംസ്ഥാനത്തും നിലവിലുള്ള കടം എത്ര ശതമാനമുണ്ട് എന്ന് കണക്കാക്കുമ്പോൾ ആ നിലയിൽ ഈ കേരള സംസ്ഥാനം 8ാമത്തെ നിലയിലാണ്. 8ാമത്തേലാണ് നിൽക്കുന്നത് അർത്ഥം. 1, 2, 3, 4, 5, 6, 7 ഒക്കെ കടം വാങ്ങിയ ആളുകൾ വേറെ. അതൊക്കെ മറച്ചു വെച്ചിട്ട് കേരളം കടം കൊണ്ട് മുടിഞ്ഞു, നട്ടൽ തകർന്നു എന്ന് പറയുന്നത് എന്താ പറയുക, വിരോധാഭാസല്ലേ? എങ്ങനെ കടം വന്നത്? കണ്ടുപിടിക്കാനാണ് കടം വാങ്ങിയത്? ദൂർത്തടിക്കാനാണ്, ചീട്ടടിക്കാനാണ്? അങ്ങനെയാണോ സാധാരണ വീട്ടിൽ ഒരാൾ കടം വാങ്ങി വിചാരിക്കുക. ആ കടം വാങ്ങിയിട്ട് കണ്ടുപിടിച്ച് കളയാനും ദൂർത്തടിക്കാൻ വെച്ചാൽ ശരിയാണ്, അത് നശിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ കേരളം കടം വാങ്ങിയതിനാണ്. ഈ കടം വാങ്ങിയത് മൂലധന നിക്ഷേപത്തിനാണ്. ആ മൂലധന നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ടുള്ള കണക്കാണ് കൂട്ടിയാൽ പൈസ കുറേ കൂടി നമുക്ക് ഇങ്ങനെ കിട്ടാനാണ്. ഞാൻ പറഞ്ഞില്ല, വിഴിഞ്ഞം തുറമുഖത്തിന് എത്ര 1000 കോടി ചെലവാക്കി. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു സ്വാഗതം പറഞ്ഞു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ മുഖ്യാതിഥിയായിരുന്നു. റിസോഴ്സ് പേഴ്സൺ KM ഗംഗാധരൻ സംസ്ഥാന റിപ്പോർട്ടും നഗരസഭാ സെക്രട്ടറി PS രാജേഷ് നഗരസഭാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, ഫാത്തിമത്ത് ഫർസാന, P ജിഷ, KM ലക്ഷ്മണൻ, മുൻ നഗരസഭാ ചെയർമാൻമാരായ MR മുരളി, S കൃഷ്ണദാസ്, M നാരായണൻ, CDS ചെയർപേഴ്സൺ VC സിന്ധു തുടങ്ങിയവർ പ്രസംഗിച്ചു. മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയിലേക്ക് തൻ്റെ ഭൂമി പതിച്ചു നൽകിയ ഡോക്ടർ CM നീലകണ്ഠനെയും ഭാര്യ ഡോക്ടർ KP ശ്രീദേവിയെയും ചടങ്ങിൽ ആദരിച്ചു. വികസന സദസ്സിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം ഷൊർണൂർ 2030 ബന്ധപ്പെട്ട ചർച്ച നടന്നു. ചർച്ചയിൽ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. 12 പാനലിസ്റ്റുകളടങ്ങുന്ന സംഘമാണ് വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തത്. അതേസമയം BJPയും കോൺഗ്രസും വികസന സദസ്സിൽ നിന്ന് വിയോജിപ്പ് പ്രകടിപ്പിച്ച് മാറി നിന്നു. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഷൊർണൂരിൽ ഗണേശഗിരി റെയിൽവേ പമ്പ് ഹൗസ് റോഡ് രാജ്യസഭാ MP PT ഉഷ നാടിന് സമർപ്പിച്ചു. MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച റോഡിൻ്റെ ഉദ്ഘാടനം ഉത്സവ അന്തരീക്ഷത്തിൽ നടന്നു. വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം കാണാൻ പാടില്ലെന്നും രാഷ്ട്രമാണ് വലുതെന്നും റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച PT ഉഷ MP പറഞ്ഞു. ഗണേശഗിരി റെയിൽവേ പമ്പ് ഹൗസ് റോഡിൻ്റെ ഉദ്ഘാടനം ഉത്സവ അന്തരീക്ഷത്തിൽ നടന്നു. ഉദ്ഘാടനത്തിനെത്തിയ രാജ്യസഭാ MP PT ഉഷയെ കൗൺസിലർ EP നന്ദകുമാർ ഷാൾ അണിയിച്ച ശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി വേദിയിലേക്ക് സ്വീകരിച്ചു. PT ഉഷ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് യാഥാർത്ഥ്യമാക്കിയത്. ആദ്യഘട്ടത്തിൽ 350ഓളം മീറ്റർ ദൂരമാണ് നിർമ്മിച്ചത്. 40 വർഷങ്ങൾക്ക് ശേഷമാണ് പാത നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇതോടെ നിരവധി ഗണേശഗിരി നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് പൂവണിഞ്ഞത്. PT ഉഷ MP റോഡ് ഉദ്ഘാടനം ചെയ്തു. വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം പാടില്ലെന്നും രാജ്യമാണ് വലുതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ PT ഉഷ MP പറഞ്ഞു. പ്രത്യേക അഭിനന്ദിക്കുകയാണ് ഇത്ര ഇനീഷ്യേറ്റീവ് എടുത്തത്. ഇപ്പം നമ്മൾ ഈ ഇതുപോലുള്ള ഡെവലപ്മെൻറ്റ് വരുമ്പോൾ അതിൽ പ്രത്യേക രാഷ്ട്രീയം കാണാൻ പാടില്ല. നമുക്ക് രാഷ്ട്രമാണ് വലുത്. അപ്പം നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് നമുക്ക് ഇനിയും ഈ നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ റോഡ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ. തൻ്റെ ഫണ്ടിൽ നിന്നും ഏറ്റവും അധികം തുക ചിലവഴിച്ചത് കേരളത്തിലാണെന്നും PT ഉഷ MP സൂചിപ്പിച്ചു. എല്ലാ പ്രവർത്തനങ്ങളിലും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കഴിയണം. PT ഉഷ MPക്കുള്ള ഉപഹാരം ചടങ്ങിൽ കൗൺസിലർ EP നന്ദകുമാർ സമ്മാനിച്ചു. സ്റ്റേഷൻ മാസ്റ്റർ ഡെയ്സി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ADRM ജയകൃഷ്ണൻ, വാർഡ് കൗൺസിലർ EP നന്ദകുമാർ, ജോൺ ക്ലെമൻ്റ് തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടുകാർ സമർപ്പിച്ച ചില നിവേദനവും വാങ്ങിയ ശേഷമാണ് PT ഉഷ MP ഗണേശഗിരിയിൽ നിന്നും മടങ്ങിയത്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഗണേശഗിരിയിൽ പുതിയ ഗ്രൗണ്ടിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും എന്നാൽ പഠിച്ച ശേഷമേ താൻ മറുപടി നൽകുകയുള്ളൂവെന്നും രാജ്യസഭാ MP PT ഉഷ പറഞ്ഞു. താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കിയിരിക്കുമെന്നും അവർ STV ന്യൂസിനോട് പറഞ്ഞു. കൗൺസിലർ EP നന്ദകുമാർ ഗ്രൗണ്ട് വേണമെന്ന ആവശ്യത്തോടെ STVയോട് പ്രതികരിക്കുകയായിരുന്നു PT ഉഷ MP. നാല് ദിവസം നീണ്ടു നിൽക്കുന്ന വടക്കാഞ്ചേരി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് വരവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു. K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു.
നമുക്കറിയാം, മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിജയവും പരാജയവും ഉണ്ടാകും. അപ്പോൾ ആ വിജയം പരാജയമൊക്കെ തന്നെ പുറത്തുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാവരും വിജയിക്കുക എന്നുള്ളത് സാധ്യമുള്ള കാര്യമല്ല, അസാധ്യമായ കാര്യമാണ്. മത്സരിക്കുന്ന മുഴുവൻ ആളുകളും വിജയിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്ന് തന്നെ നമ്മൾ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കി. മത്സരിക്കുന്നവരിൽ ഏതാനും ചിലരാണ് ജയിക്കുക. അതിനർത്ഥം ജയിച്ചവർ മാത്രം മിടുക്കന്മാരും തോറ്റവർ മോശക്കാരുമല്ല. ഈ ജയിക്കാൻ കഴിയുന്നത് തോൽക്കാൻ ഇപ്പുറത്ത് ആളുകൾ ഉള്ളതുകൊണ്ടാണ് എന്ന് ജയിക്കുന്നവർ തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കലാലയ അന്തരീക്ഷത്തിൽ ഉണ്ടാകാതെ പോകും. യുവർ പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VG ദീപു പ്രസാദ്, PK യശോദാമണി, TA ഹിദായത്തുള്ള, VK സേതുമാധവൻ, M വീരചന്ദ്രൻ, അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി AEO ഷീജ കുനിയൽ സ്വാഗതവും കലോത്സവം സമിതി ജനറൽ സെക്രട്ടറി KG സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. വരവൂരിലെ ഒരു പറ്റം അധ്യാപകരും മറ്റുള്ളവരും ചിട്ടപ്പെടുത്തിയ സ്വാഗത ഗാനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ പുസ്തകപ്പുരയുടെ സഹകരണത്തോടെ ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈബ്രറിയിലേക്ക് പുസ്തക യാനം എന്ന പേരിൽ വിവിധ പുസ്തകങ്ങൾ കൈമാറി. പുസ്തകം കൈമാറൽ ചടങ്ങ് പുസ്തകപ്പുര ചെയർമാനും മുൻ കേരള കലാമണ്ഡലം രജിസ്ട്രാറുമായ ഡോക്ടർ NR ഗ്രാമപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അത് നമുക്ക് ആത്മീയമായ ഒരു സൗന്ദര്യം എന്ന് നമുക്കതിനെ പറയാൻ പറ്റും. ചെറിയ പ്രായത്തിൽ ഞാൻ വായിച്ചൊരു നോവൽ ഇപ്പോൾ ആലോചനയിലേക്ക് വരികയാണ്. P. നരേന്ദ്രനാഥ് എന്ന് പറയുന്ന എഴുത്തുകാരൻ. ഇന്നത്തെ കുട്ടികൾ P. നരേന്ദ്രനാഥിനെ അറിയുമോ എന്ന് എനിക്കറിയില്ല. വായിക്കുന്ന ശീലമുള്ള കുട്ടികൾ ചിലപ്പോൾ അവരുടെ ലൈബ്രറി പര്യവേക്ഷണത്തിനിടയിൽ ഒരുപക്ഷെ P. നരേന്ദ്രനാഥ് എന്ന് പറയുന്ന കുട്ടികളുടെ എഴുത്തുകാരനെ കണ്ടെത്തിയെന്ന് വരാം. സ്കൂൾ പ്രിൻസിപ്പൽ M. പ്രീതി പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് MM മുഹമ്മദ് ഹനീഫ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ യുവ എഴുത്തുകാരിയായ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനി VR അർച്ചനയെ യോഗത്തിൽ ആദരിച്ചു. MPTA പ്രസിഡന്റ് ചിത്രലേഖ, സ്കൂൾ ലൈബ്രറി ഇൻചാർജ് ER ഡോളി, സ്റ്റാഫ് സെക്രട്ടറി K. ശ്രീധന്യ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച അനങ്ങനടി സീഡ് ഫാമിൻ്റെ ഉദ്ഘാടനം ഒക്ടോബർ 24 പാലക്കാട് ലൈബ്രറിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ശിവദാസ മേനോൻ സ്മാരക വയോജന കേന്ദ്രത്തിൻ്റെ തറക്കല്ലിടൽ 23 മന്ത്രി MP രാജേഷ് നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ പാലക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചടങ്ങിനെക്കുറിച്ച് വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 35% ചെലവഴിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് വേണ്ടിയാണെന്ന് K. ബിനുമോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നെൽകൃഷിക്ക് പുറമെ മറ്റ് വിളകളിലേക്കും കർഷകരെ അടുപ്പിക്കാൻ കഴിയും വിധമാണ് അനങ്ങനടി ഫാം നവീകരിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കർഷകരെ അറിയിക്കാനും യോജിച്ച വിളകൾ തിരഞ്ഞെടുക്കാനുള്ള അറിവും ഫാം അധികൃതർ കർഷകർക്ക് നൽകും. വിത്ത്, വിളകൾ, കീടനാശിനി പ്രയോഗം, കൃഷിരീതികൾ തുടങ്ങിയ മുഴുവൻ അറിവുകളും സീഡ് ഫാമിൽ നിന്ന് ലഭ്യമാക്കുന്നതിനായി 3.5 കോടി ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയതെന്നും ബിനുമോൾ പറഞ്ഞു. മരണനിരക്ക് കുറഞ്ഞതോടെ വയോധികരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ശരിയായ പരിചരണമില്ലാത്തതും ഒറ്റപ്പെടലും ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ പലരെയും അസ്വസ്ഥമാക്കുന്ന അവസ്ഥയുണ്ട്. ഇവർക്ക് താങ്ങും തണലുമാകുന്നതിന് പാലക്കാട്ടെ ശിവദാസ മേനോൻ സ്മാരക വയോജന കേന്ദ്രം ഉപകാരപ്രദമാകുമെന്നും ബിനുമോൾ പറഞ്ഞു. 75 ലക്ഷം രൂപ ചെലവഴിച്ച് 300 ചതുരശ്ര മീറ്ററിലാണ് ശിവദാസ മേനോൻ സ്മാരക വയോജന കേന്ദ്രം ഒരുങ്ങുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിട്ട് നമ്മൾ
പ്രത്യാശ എന്നുള്ള ഒരു സൊസൈറ്റി തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മൾ രൂപീകരിച്ചുകൊണ്ട് ശിവദാസ മേനോൻ സ്മാരക വയോജന കേന്ദ്രം എന്നുള്ള രീതിയിൽ ഒരു കേന്ദ്രത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നു. 25 ലക്ഷം രൂപയാണ് നമ്മൾ വകയിരുത്തിയത്. സ്ഥലം ഉണ്ട്. നമ്മുടെ ലൈബ്രറിയോട് ചേർന്ന് പാലക്കാട് ജില്ലാ ലൈബ്രറിയെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ജില്ലാ ലൈബ്രറിയുമായി അനുബന്ധമായ ഒരു കേന്ദ്രം നമ്മൾ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും മുതിർന്ന പൗരന്മാർക്ക് ഏറ്റവും നന്നായി പകൽ സമയത്ത് വന്നിരിക്കാൻ ജില്ലാ പഞ്ചായത്ത് ഇപ്പൊ തന്നെ ഒട്ടേറെ അത്തരം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സ്നേഹവീടുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതോടെ ഒറ്റപ്പെടലിൽ നിന്ന് മുക്തി നേടാൻ കഴിയും വിധമാണ് വയോജന കേന്ദ്രം പ്രവർത്തിക്കുകയെന്ന് സെക്രട്ടറി TR അജയൻ അറിയിച്ചു. വായനയോടൊപ്പം ആനന്ദം കണ്ടെത്താനുള്ള ഉപാധികളും കേന്ദ്രത്തിലുണ്ടാകും. ആരോഗ്യ പരിചരണം, ഭക്ഷണം എന്നിവയും കേന്ദ്രത്തിൽ തന്നെ ലഭ്യമാക്കുമെന്നും TR അജയൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം C. അബ്ദുൽ ഖാദർ, അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ MS സിനീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KSSPA മങ്കര മണ്ഡലം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ഒരാളെ കിട്ടാൻ എന്തില്ല, നമ്മളൊക്കെ അധ്യാപകരായിട്ടും മറ്റ് സർവീസ് മേഖലയിൽ നിന്നും വന്ന പൊതുജനങ്ങളെ സേവിച്ച് വന്നവരാണ്. എന്താണ് സേവനം എന്നുള്ളത് അറിയോണ്ടാണോ വരാത്തതെന്നും എനിക്കറിയില്ല. ഈ 8 ആളെ ഇവിടെ കിട്ടാൻ വല്ലാത്തൊരു ഗതികേടിലാണ്. മണ്ണൂരും അതന്നെ സ്ഥിതി, കേരളശ്ശേരി അതന്നെ സ്ഥിതി, പറളിയിലും അതന്നെ സ്ഥിതി. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ വനിതാ വിങ്ങുകള് കുറച്ചുകൂടി സജീവമാക്കി പൊതുരംഗത്തേക്ക് കൊണ്ടുവരാൻ ഭാവിയിലുള്ള ആളുകൾക്ക് കഴിഞ്ഞാൽ അത് കുറെ കൂടി നല്ലതാണ്. E. ശങ്കർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KS മുരളീധരൻ, K. ശിവാനന്ദൻ, MV വിജയകുമാരൻ, PV ശിവരാമകൃഷ്ണൻ, KS അബ്ബാസ് മാസ്റ്റർ, AM മൂസക്കുട്ടി, ഗോവിന്ദനുണ്ണി, C. വിനയൻ, KS വെങ്കടസുബ്രഹ്മണ്യൻ, K. മൂസ ഉമൈരി, മുഹമ്മദ് ബഷീർ, MV മണികണ്ഠൻ, N. സജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മങ്കരയിലുള്ള പകൽ വീടിലെ വയോജനങ്ങൾക്കും ഗോകുൽ തെറാപ്പി സെൻ്ററിനും ആവശ്യമായ ഗൃഹോപകരണങ്ങൾ സമ്മാനിച്ച സർക്കാർ ജീവനക്കാരി. മങ്കര ഗ്രാമപഞ്ചായത്ത് മുൻ സെക്രട്ടറിയും നിലവിൽ ജില്ലാ പഞ്ചായത്ത് സീനിയർ സൂപ്രണ്ടായി ജോലി ചെയ്യുന്ന കൊച്ചു നാരായണിയാണ് ഇരു സ്ഥാപനങ്ങൾക്കും ആവശ്യമായ ഗൃഹോപകരണങ്ങൾ നൽകി മാതൃകയായത്. പകൽ വീട്ടിൽ വയോജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും തെറാപ്പി സെന്ററിൽ അവർക്കാവശ്യമായ സാധനങ്ങളുമാണ് സ്വന്തം ചെലവിൽ വാങ്ങിച്ചു നൽകിയത്. മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസിന്റെ സാന്നിധ്യത്തിൽ ഗൃഹോപകരണങ്ങൾ അവിടുത്തെ ജീവനക്കാർക്ക് കൈമാറി. സെക്രട്ടറി എന്ന നിലയ്ക്ക് അവരെ തന്നെ മുൻകൈ എടുത്തിട്ടാണ് രമ്യനെ ഇതിന്റെ കോഴ്സിന് വേണ്ടി മുളഞ്ഞൂർ അയക്കുകയും അങ്ങനെ ആ കുട്ടി ആ കോഴ്സ് പൂർത്തിയാക്കി വന്നു. കഴിഞ്ഞ ഒക്ടോബർ 2-ന് ഈ പകൽ വീട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതിന് വേണ്ടുന്ന പല കാര്യങ്ങളും ഇല്ല എന്ന അത് തിരിച്ചറിവ് കൊച്ചുമേടത്തിന് ആദ്യമേ ഉണ്ട്. അതൊക്കെ കിട്ടിയോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞപ്പോ തീർച്ചയായിട്ടും അതൊക്കെ എന്റെ വകയായിട്ട് ഞാൻ ഈ സെന്ററിലേക്കും അതുപോലെ തന്നെ ഗോകുൽ തെറാപ്പി സെന്ററിലേക്ക് അത്യാവശ്യം വേണ്ട പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ കട്ടിൽ ഉൾപ്പെടെ തലയെണ്ണ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നൽകാമെന്ന് അവർ പറയുകയും അത് ആരെയും അറിയിക്കേണ്ടെന്നും കൂടി പറഞ്ഞതാണ്. ഞാനാണ് അത് അറിയിച്ചത് എന്നുള്ളതിൽ അതിനെ ക്ഷമിക്കുക. കാരണം നമുക്ക് ഇത്രയൊക്കെ സൗകര്യം ചെയ്തു തരുമ്പോൾ വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണുക, നമ്മളോടൊപ്പം നിൽക്കുക എന്ന അർത്ഥത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും അവരിന്ന് ഓഫീസ് പോണതിന് മുമ്പ് ഇവിടെ വന്ന് ഇത് തരാൻ കഴിഞ്ഞ ആ വലിയ മനസ്സിന് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും അവർക്കും കുടുംബത്തിനും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ സാധനം പഞ്ചായത്തിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മല്ലിക, ബ്ലോക്ക് അംഗം ജിത്തു, പഞ്ചായത്ത് സെക്രട്ടറി സുനിത, അനിത, ഗിരീഷ്, ജിത്തു, രുക്മിണി, വാർഡംഗം പാഞ്ചാലി, സരസ്വതി, ജീവനക്കാരായ രമ്യ, ഉഷ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വള്ളത്തോൾ INTUC തൊഴിലാളി സ്ഥാപക നേതാവ് മുരളീധരൻ്റെ 2ാം ചരമവാർഷികം വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു. മുതിർന്ന കോൺഗ്രസ് അംഗം KA ജോസഫ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രവർത്തനം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമല്ല. കാർഷിക രംഗത്തും കർഷക തൊഴിലാളി രംഗത്തും INTUC രംഗത്തും തൊഴിലാളി പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങൾ ഭാഗത്തുണ്ടായിരുന്നു. ആദ്യം ചുങ്കത്തിൽ INTUC സ്ഥാപിക്കുമ്പോൾ അതിശക്തമായ എതിർപ്പുണ്ടായിരുന്നു. അതായത് CITUവിൻ്റെ താഴത്തെ യൂണിറ്റിൻ്റെ ഭാഗമാണ് ചെറുകുട്ടി എന്നാണ് വാദം. ഇന്നത്തെ ജനതാപാപ്പത്തിൻ്റെ മുകളിലായിരുന്നു നമ്മുടെ INTUC മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. മറ്റു കോൺഗ്രസ് നേതാക്കളായ OU ബഷീർ, തമ്പിമണി, കൈപ്പറ മാധവൻകുട്ടി, മായ ഉദയൻ, ബീന രവി, രാധാ വിശ്വനാഥൻ, ഫിറോസ്, രതീഷ്, അർഷദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെല്ല് സംഭരണത്തിലെ അനിശ്ചിതത്വം
ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ കർഷക സംഘടനകൾ. പാലക്കാട് കളക്ടറേറ്റിലേക്ക് കർഷക മോർച്ച മാർച്ച്. പാലക്കാട് സപ്ലൈ ഓഫീസ് ഉപരോധിച്ച് കർഷക കോൺഗ്രസ്. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി. ഗുരുവായൂരിൽ വ്യാപാരി ജീവനൊടുക്കി. ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. 6 ലക്ഷം രൂപ കടമെടുത്ത മുസ്തഫ പലിശക്കാർക്ക് തിരിച്ചടച്ചത് 40 ലക്ഷത്തിലേറെ രൂപ. നവരാത്രി ദീപാവലി വേളയിൽ സുഖയാത്ര സമ്മാനിച്ച് പാലക്കാട് റെയിൽവേ ഡിവിഷൻ. ഇത്തവണ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ച് നടത്തിയത് 178 ട്രെയിൻ സർവീസുകൾ. ഡിവിഷൻ പരിധിയിലെ ജീവനക്കാരെ അഭിനന്ദിച്ച് DRM മധുക്കർ റോത്ത്. ഷൊർണൂർ നഗരസഭ വികസന സദസ്സ് കുളപ്പുളിയിൽ. മാലിന്യ സംസ്കരണത്തിൽ ഉൾപ്പെടെ നഗരസഭ കൈവരിച്ച നേട്ടങ്ങളെ വാഴ്ത്തി ഭരണപക്ഷ ജനപ്രതിനിധികൾ. കോൺഗ്രസും BJPയും സദസ്സ് ബഹിഷ്കരിച്ചു. ഷൊർണൂർ ഗണേശഗിരിയിൽ മികച്ച കളിസ്ഥലം നിർമ്മിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഒളിമ്പ്യൻ PT ഉഷ MP. ഗണേശഗിരി പമ്പ് ഹൗസ് റോഡ് PT ഉഷ നാടിന് സമർപ്പിച്ചു. റോഡ് യാഥാർത്ഥ്യമാക്കിയത് MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 20 ലക്ഷം രൂപ ചിലവഴിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.